ഡോക്ടർ മിനി പി ജി, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് പ്രസവശേഷം വരുന്ന ബ്ലീഡിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. നോർമലി ഒരു ഡെലിവറി കഴിയുമ്പോൾ, വെജൈനൽ ഡെലിവറി ആണെങ്കിൽ 300 ml ബ്ലഡ് വരെ പോകാം. സിസേറിയൻ ആണെങ്കിൽ ഒരു 500 ml ബ്ലഡ് ലോസ് ഉണ്ടാകും. ഇതിൽ കൂടുതൽ ബ്ലീഡിങ് വരികയാണെങ്കിൽ അതിനെയാണ് പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. പ്രസവശേഷം ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകുന്ന പോസ്റ്റ്പാർട്ടം ഹെമറേജ് പ്രൈമറി പോസ്റ്റ്പാർട്ടം ഹെമറേജും 48 hours ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ സെക്കൻഡറി പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്നാണ് പറയുന്നത്. ഈ പ്രസവം കഴിഞ്ഞ് കുട്ടിയും പ്ലാസൻ്റെയും പുറത്തു വന്നാൽ യൂട്രസ് ചുരുങ്ങി ആ രക്തക്കൊഴലുകളെയെല്ലാം അടച്ചു കളയും. ഈ യൂട്രസ് ചുരുങ്ങാതെ വന്നാൽ ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇതിനെ യൂട്രൈൻ അറ്റോണി എന്നാണ് പറയുന്നത്. അപ്പോൾ യൂട്രസ് പ്രസവശേഷം യൂട്രസ് ചുരുങ്ങേണ്ടത് ബ്ലീഡിങ് നിർത്താൻ അത്യന്താപേക്ഷിതമാണ്. പിന്നെ ചിലപ്പോൾ ഈ പ്ലാസൻ്റ പോന്നു കഴിഞ്ഞിട്ട് പ്ലാസൻ്റെയും അതിൻ്റെ കൂടെ ഉള്ള മെംബ്രെയിനും എല്ലാം പോന്നാലും കുറച്ച് പാർട്ട് യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും. അങ്ങനെ വന്നാലും റീറ്റൈൻഡ് പ്രോഡക്ട്സ് എന്ന് പറയും. അങ്ങനെ വന്നാലും ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രസവ സമയത്ത് ചിലപ്പോൾ ഗർഭപാത്രത്തിന് അല്ലെങ്കിൽ സെർവിക്സിന് വജൈനയ്ക്കൊക്കെ വരുന്ന ചെറിയ മുറിവുകളോ എന്തെങ്കിലും ഉണ്ടായാൽ അതിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാകാറുണ്ട്. പിന്നെ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൽ ഡെഫിഷ്യൻസി വരിക, അങ്ങനെയുള്ള അവസ്ഥയിലും ബ്ലീഡിങ് നിൽക്കാതെ വരും. അപ്പോൾ ഈ 4 കണ്ടീഷൻസിലാണ് കൂടുതലായിട്ടും പോസ്റ്റ്പാർട്ടം ബ്ലീഡിങ്ങും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പോൾ അതിൻ്റെ ബ്ലീഡിങ്ങിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് ആ കാരണത്തിന് ഉടനെ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ബ്ലഡ് ലോസ് കൂടുതലായാൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ 4 ലിറ്റർ വരെയൊക്കെ ബ്ലഡ് ലോസ് വന്നു കഴിഞ്ഞാൽ അത് രോഗിയുടെ അവസ്ഥ, പ്രസവിച്ച സ്ത്രീയുടെ അവസ്ഥ വളരെ ഗുരുതരമായി തീരാറുണ്ട്. അപ്പോൾ ഈ ബ്ലീഡിങ് ഉണ്ടാകണുണ്ടോ എന്നുള്ളത് വാച്ച് ചെയ്യുകയും വേണം. പ്രത്യേകിച്ചും യൂട്രസ് കൺട്രാക്റ്റഡ് ആയി എന്നുള്ളത് പ്രസവം കഴിഞ്ഞതിന് ശേഷം ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പോസ്റ്റ്പാർട്ടം ഹെമറേജ് പെട്ടെന്ന് കണ്ടുപിടിക്കാനും ട്രീറ്റ് ചെയ്യുകയും ചെയ്താൽ അതിൽ നിന്ന് ഈ അവസ്ഥയെ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. പക്ഷേ വളരെ വിജിലൻ്റായിട്ട് പ്രസവ ശേഷം നമ്മൾ വിജിലൻ്റായിട്ട് ഇരിക്കണം. എന്തെങ്കിലും ബ്ലീഡിങ് വരുന്നുണ്ടോ എന്നുള്ളത്